SOE 144, that is reading ethnographies. The first unit of that course is understanding ethnography. ഒരു സാമൂഹികവും ശാസ്ത്രീയവുമായ വിവരണമാണ് നമുക്ക് എത്തനോഗ്രാഫി കൂടി ലഭിക്കുന്നത്. Ethnography is the art and science of describing a group of cultural or culture. അപ്പോൾ ഇതൊരു ഡെഫിനിഷനാണ്. എത്തനോഗ്രഫി ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഡിസ്ക്രൈബിങ് എ ഗ്രൂപ്പ് ഓർ കൾച്ചർ. ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു കൾച്ചറിനെ കുറിച്ച് വിവരിക്കുന്ന ഒരു സയൻസ് ആണ് അല്ലെങ്കിൽ ഒരു ആർട്ടാണ് എത്തനോഗ്രഫി എന്ന് പറഞ്ഞത്. Emerging from anthropology and adopted by social science disciplines, it is a systematic description of culture through field work. ഇനി എത്തനോഗ്രഫിയുടെ ഒരു ഡെഫിനിഷൻ ഒന്നും കൂടി മനസ്സിലാകാൻ വേണ്ടി ഇവിടെ അക്സിൻ 1995 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സച്ച് ആൻ എൻഡ്യൂർ എയിംസ് ടു പ്രൊവൈഡ് എ തിക്ക് ഡിസ്ക്രിപ്ഷൻ, ഒരു തിക്കായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, ദാറ്റ് ഈസ് ആൻ ഇൻഡെപ്ത് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എവറിഡേ ലൈഫ്. ഓരോ ദിവസത്തെയും ജീവിതത്തെക്കുറിച്ച് ഒരു ഡീപ്പും ഡീറ്റെയിൽഡും ആയിട്ടുള്ള വിവരണം, ലൈഫ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ദ പീപ്പിൾ. എത്തനോഗ്രഫി ആസ് എ ക്വാളിറ്റേറ്റീവ് മെത്തഡോളജി ലെൻസ് ഇറ്റ്സെൽഫ് ടു സ്റ്റഡിങ് ദ ബിലീഫ്സ്, പ്രാക്ടീസസ്, social interactions and behaviors of the people through participant observation and later interpreting the data collected. അപ്പോൾ എത്തനോഗ്രഫി ആസ് എ ക്വാളിറ്റേറ്റീവ് മെത്തഡോളജി, ഒരു ക്വാളിറ്റേറ്റീവ് മെത്തഡോളജിയാണ്. ലെൻസ് ഇറ്റ് സെൽഫ് ടു സ്റ്റഡിങ് ദ, എന്തിനു വേണ്ടിയിട്ടാണിത്, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ബിലീവ്സ്, പ്രാക്ടീസസ്, സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് ആൻഡ് ബിഹേവ്സ് ഓഫ് ദ പീപ്പിൾ ത്രൂ പാർട്ടിസിപ്പൻറ്റ് observation and later interpreting the data collected. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ സംഗ്രഹിച്ച ഒരു ഡെഫിനിഷൻ രൂപത്തിൽ കൊടുത്തിരിക്കുന്നതാണ് താഴെ തന്നിരിക്കുന്നത്. അത് വായിച്ചു നോക്കുക. അപ്പം ഇതാണ് ഈ എത്തനോഗ്രഫിയുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എത്തനോഗ്രഫി നോക്കാം. ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 1800s, the term ethnology was more often used to study people by comparing their material artifacts and cultures. Ethnologists did not collect information by direct observation. അപ്പോൾ എത്തനോളജിസ്റ്റ് ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കാനും അവരെക്കുറിച്ച് പഠിക്കുവാനും വേണ്ടിയിട്ട് ഒത്തിരി ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻഫോർമേഷൻ, ഈ അറിവുകൾ കളക്ട് ചെയ്യണത് ഡയറക്റ്റ് ഒബ്സർവേഷനിൽ കൂടി ആയിരുന്നില്ല. ഇൻസ്റ്റെഡ് ദേ എക്സാമിൻ ദ ആർക്കൈവ്സ് ഓഫ് ഗവൺമെൻറ് ഓഫീസസ്. ഗവൺമെൻറ് ഓഫീസുകളിലുള്ള പഴയ കാര്യങ്ങൾ, പുരാതന വസ്തുക്കൾ നോക്കിയിട്ടും മിഷനറി ഡോക്യുമെന്റ്സ് നോക്കിയിട്ടും ഓർ അക്കൗണ്ട്സ് ഓഫ് ജേർണീസ് ഓർ എക്സ്പ്ലോയേഴ്സ്, അക്കൗണ്ട്സ് ഓഫ് ദ പ്രിമിറ്റീവ്സ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് പഴയ ആളുകളുടെ അല്ലെങ്കിൽ പൗരാണിക കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്നത്, ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് പഴയ മിഷനറീസ്മാർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഡോക്യുമെന്റ്സ്, അക്കൗണ്ട്സ്, അതുപോലെ ജേർണി എക്സ്പ്ലോറേഴ്സ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ആളുകളെ കുറിച്ച് വിവരങ്ങൾ നേടിയിരുന്നത്. ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ അതർ കൾച്ചേഴ്സ് ഓഫ് ദ വേൾഡ് റിട്ടേൺ ബൈ വെസ്റ്റേൺ മിഷനറീസ്. അപ്പം നമ്മളുടെ രാജ്യത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ മറ്റ് രാജ്യങ്ങളിലുള്ള മിഷനറീസ് ആണ് ഇവിടെ വന്നിട്ട് ശേഖരിച്ചിട്ടുള്ളത്. അവർ വെച്ചിട്ട് പോയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് കാര്യങ്ങൾ ഗ്രഹിച്ചിരുന്നത്. അതുപോലെ എക്സ്പ്ലോറേഴ്സ് ആൻഡ് കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രസന്റ് ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ കൊളൈനൈസേഴ്സ് കോൺകറിംഗ് സിവിലൈസേഷൻ whose mission was to civilize the less civilized. അപ്പോൾ അവരുടെ സിവിലൈസേഷനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ കൊളോണിയൽ ഭരണകാലത്ത് അവർക്ക് ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതിയും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇവിടെ വന്ന് പോയിട്ടുള്ള മിഷനറിമാരും മറ്റ് എക്സ്പ്ലോറേഴ്സും എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനെയൊക്കെ ആധാരമാക്കിയിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. They researched the reports from missionaries and colonial administrators to second their theories about cultures other than their own. It is only later that field work became an essential component of anthropological inquiry. അപ്പം ആന്ത്രോപോളജിക്കൽ ഇൻക്വയറിയിൽ ആദ്യം വിവരശേഖരണങ്ങൾ ഇങ്ങനെ പഴയ പുരാതന കാലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വസ്തുക്കളിൽ നിന്നും മറ്റു മിഷനറിമാരുടെ റെക്കോർഡുകളിൽ നിന്നൊക്കെ ശേഖരിച്ചിരുന്നു. പിന്നീടാണ് വർക്ക് അതിൻ്റെ ഒരു ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഭാഗമാക്കി മാറ്റിയത്. ഇനി ബ്രിട്ടീഷ് ആൻഡ് ചിക്കാഗോ സ്കൂൾ ഓഫ് എത്തനോഗ്രഫി.
അപ്പോൾ ഈ എത്തനോഗ്രാഫിയെക്കുറിച്ച് പഠിക്കാനായിട്ട് 2 സ്കൂൾസ് ഫോം ചെയ്തിട്ടുണ്ടായി. അതായത് ഒന്ന് ബ്രിട്ടീഷ് സ്കൂളും മറ്റത് ചിക്കാഗോ സ്കൂള്. 2 ഇൻഡിപെൻഡൻറ്റ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്സ് ഡ്യൂറിങ് ദ 20th സെഞ്ച്വറി. അപ്പോൾ 20th സെഞ്ച്വറിയിൽ 2 ഇൻഡിപെൻഡൻറ്റ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്സ് ആണ് ഉണ്ടായത്. വൺ ഇൻ ബ്രിട്ടൻ ആൻഡ് ദ അതർ ഇൻ നോർത്ത് അമേരിക്ക. അപ്പോൾ ഒന്ന് ബ്രിട്ടനിലും മറ്റത് നോർത്ത് അമേരിക്കയിലുമാണ്. ഓൾസോ റെഫർ ടു ആസ് ദ ബ്രിട്ടീഷ് ആൻഡ് ചിക്കാഗോ സ്കൂൾസ് ഓഫ് എത്തനോഗ്രഫി. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ബ്രിട്ടനിൽ രൂപീകൃതമായിട്ടുള്ള ആ സ്കൂളിനെ ബ്രിട്ടീഷ് സ്കൂൾ എന്നും അതുപോലെ മറ്റ് നോർത്ത് അമേരിക്കയിൽ ഫോം ചെയ്തിട്ടുള്ള ആ സ്കൂളിനെ ചിക്കാഗോ സ്കൂൾസ് ഓഫ് എത്തനോഗ്രഫി എന്നാണ് വിളിച്ചിരുന്നത്. ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഫോർമൽ എത്തനോഗ്രഫി. അപ്പോൾ ഇതാണ് ഫോർമൽ എത്തനോഗ്രഫിയുടെ വളർച്ചയ്ക്ക് സഹായപ്രദമായിട്ടുള്ള 2 സ്കൂളുകൾ. ഒന്ന് ബ്രിട്ടീഷ് സ്കൂൾ ആൻഡ് അതർ വൺ ഈസ് ചിക്കാഗോ school. The classical tradition of social anthropology that developed in Britain led to the British School of Ethnography, whereas others is known as the Chicago sociological tradition. അപ്പോൾ ക്ലാസിക്കൽ ട്രഡീഷൻ ഓഫ് സോഷ്യൽ ആന്ത്രപ്പോളജി അത് ഡെവലപ്പ് ചെയ്തത് സ്കൂളാണ്, ബ്രിട്ടീഷ് സ്കൂളാണ്. അതുപോലെ വേറാസ് ദ അതർ ഈസ് മറ്റ് കാര്യങ്ങൾ ട്രഡീഷൻസ് ഡെവലപ്പ് ചെയ്തത് ചിക്കാഗോ സോഷ്യോളജിക്കൽ ട്രഡീഷനാണ്. ഇനി ബോസ് പോപ്പുലർലി കോൾഡ് ദ ഫാദർ ഓഫ് അമേരിക്കൻ ആന്ത്രപ്പോളജി. അമേരിക്കൻ ആന്ത്രപ്പോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന ബോസ് സ്ട്രോങ്ലി ഡിനൗസ്ഡ് ദ ഹാഫ് ബേക്ഡ് ജനറലൈസേഷൻ പ്രൊപ്പഗേറ്റഡ് ബൈ ഏർലി 19th century. Anthropologists based on their scanty data made available through others. Bose vehemently believed that all fields of anthropology had to be investigated in order to procure accurate data and to provide a viewpoint. അപ്പോൾ ബോസിന് നിർബന്ധം ഉണ്ടായിരുന്നു ആന്ത്രപ്പോളജി സ്വീകരിക്കുന്ന എല്ലാ ഡാറ്റകളും വളരെ ആക്യുറേറ്റ് ആയിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ദിസ് തോട്ട് പെർമിറ്റഡ് ഹിം ടു റീകൺസ്ട്രക്ട് ദ ഹിസ്റ്ററി ഓഫ് ദ ഗ്രോത്ത് ഓഫ് ഐഡിയാസ് വിത്ത് മച്ച് ഗ്രേറ്റർ ആക്യുറസി ദാൻ ദ ജനറലൈസേഷൻ ഓഫ് എ കമ്പാരിറ്റീവ് മെത്തേഡ്. അപ്പോൾ ബോസ് ദസ് ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ വേസ് ഓഫ് ഡൂയിങ് ഫീൽഡ് വർക്ക് ഇൻ ആന്ത്രപ്പോളജി. അപ്പോൾ ആന്ത്രപ്പോളജിയിൽ പുതിയ രീതി കൂടി ഫീൽഡ് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. വെയർ ഹി എംഫസൈസ്ഡ് ഓൺ എത്തനോഗ്രാഫിക് ഫീൽഡ് വർക്ക്. അപ്പോൾ ഈ എത്തനോഗ്രാഫിക് ഫീൽഡ് വർക്കിൽ അദ്ദേഹം പല കാര്യങ്ങളിൽ കൂടുതൽ മുൻതൂക്കം കൊടുത്തിരുന്നു. അതായത് കൾച്ചറൽ റിലേറ്റിവിസം ആൻഡ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ മെത്തേഡ്. അപ്പോൾ അദ്ദേഹം ഈ ആന്ത്രപ്പോളജിയിൽ ഡാറ്റാസ് കളക്ട് ചെയ്യുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഹി എംഫസൈസ്ഡ് ഓൺ എത്തനോഗ്രാഫിക് ഫീൽഡ് വർക്ക്. അതുകൊണ്ട് അദ്ദേഹം എത്തനോഗ്രാഫിക് ഫീൽഡ് വർക്കും കൾച്ചറൽ റിലേറ്റിവിസവും അതുപോലെ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ മെത്തേഡ് ഈ കാര്യങ്ങൾക്ക് മൂന്നിനും വളരെയേറെ പ്രാധാന്യം കൊടുത്തു. ഹിസ് കൾച്ചറൽ റിലേറ്റിവിസം ബ്രോട്ട് ഇൻ ന്യൂ ഇൻസൈറ്റ്സ് ടു ദ സ്റ്റഡി ഓഫ് ആന്ത്രപ്പോളജി ആസ് ദ emphasis shifted from the reasoning of the investigating anthropologists to the perception and interpretation of the respondents of the culture investigated. While E. Taylor and L.H. Morgan were the pioneer who wrote on ethnography. എത്തനോഗ്രഫീനെ കുറിച്ച് ആദ്യകാലങ്ങളിൽ എഴുതിയിരുന്ന പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് ഇ ടൈലർ അതുപോലെ LH മോർഗൻ. ബ്രോൺസിലോ മാലിനോവ്സ്കി has explicitly described steps in an ethnographic study. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പ്രശസ്തനായ ആന്ത്രപ്പോളജിസ്റ്റാണ് ബ്രോൺസിലോ മാലിനോവ്സ്കി. Though his works on the communities of New Guinea, Malinowski defined the field worker as a professional stranger. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുന്ന കാലത്ത് ഫീൽഡ് വർക്കറിനെ പറഞ്ഞിരുന്നത് പ്രൊഫഷണൽ സ്ട്രേഞ്ചർ എന്നാണ്. becoming embedded into a culture and conducting field work through participant observation. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനിൽ കൂടിയാണ് ഫീൽഡ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. From the 1920s onwards, ethnographic methodology was incorporated in sociology, adopted by Department of Sociology of University of Chicago. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ സോഷ്യോളജിയിൽ എത്തനോഗ്രാഫിക് മെത്തഡോളജി കൂട്ടിച്ചേർത്തു. അത് in 1920s തുടങ്ങിയിട്ട്. The Chicago School is usually regarded as the main forces behind sociological
ഫീൽഡ് വർക്ക്. അപ്പോൾ സോഷ്യോളജിക്കൽ ഫീൽഡ് വർക്കിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ചിക്കാഗോ സ്കൂളാണ്. ദ ചിക്കാഗോ സ്കൂൾ റിസർച്ചേഴ്സ് റോബർട്ട് ഇ പാർക്ക് ആൻഡ് ഏണസ്റ്റ് ബർജസ് and their students during the last quarter of the 19th century, just before the Great Depression, produced ethnographies based on everyday lives, communities, and symbolic interactions of a specific group. Another significant development in the later half of the 20th century was that ethnography spread further to psychology and human geography. അപ്പോൾ അടുത്ത സിഗ്നിഫിക്കൻ്റ് ഡെവലപ്മെൻറ്റ് 20th സെഞ്ചുറിയിൽ എന്നുള്ളത് എത്തനോഗ്രഫി സ്പ്രെഡ് ഫർദർ ടു സൈക്കോളജി ആൻഡ് ഹ്യൂമൻ ജിയോഗ്രഫി. എത്തനോഗ്രഫി സൈക്കോളജിയിലും ഹ്യൂമൻ ജിയോഗ്രഫിയിലും ഒക്കെ സ്പ്രെഡ് ചെയ്ത്. ഇറ്റ് വാസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ തിയററ്റിക്കൽ ഐഡിയാസ് ലൈക്ക് ആന്ത്രോപോളജിക്കൽ ഫങ്ഷണലിസം, സിംബോളിക് ഇന്ററാക്ഷനിസം, ഫിലോസഫിക്കൽ പ്രാഗ്മറ്റിസം, ഫെമിനിസം, കൺസ്ട്രക്ഷനിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇസങ്ങളെ കുറിച്ച് പിന്നീട് പഠിക്കുന്നുണ്ട്. ഇനി അടുത്തത് പ്രീ റിക്വസിറ്റ് ഫോർ റൈറ്റിംഗ് എത്തനോഗ്രഫി. അപ്പോൾ എത്തനോഗ്രഫി എഴുതുമ്പോൾ അതിന് ചില പ്രീ റിക്വസിറ്റ്സ്, ചില പ്രധാന കാരണങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അതെന്തൊക്കെയാണെന്ന്, ഒരു ഫീൽഡ് വർക്ക് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നോട്ടാക്കി കഴിയുമ്പോൾ, ടെക്സ്റ്റ് ആക്കി കഴിയുമ്പോൾ ആ ടെക്സ്റ്റ് എഴുതുന്നതിനും കുറേ പ്രത്യേകതകളുണ്ട്. ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി അറിഞ്ഞിരിക്കണമെന്ന്. അപ്പോൾ it is important here to understand that any cultural interpretations of carefully collected ethnographic data using ethnographic methods and techniques has to also take note of certain fundamental concepts that shape an ethnography. ഒരു എത്തനോഗ്രഫീനെ ഷേപ്പ് ചെയ്യണത് അതിൽ കിട്ടുന്ന റൈറ്റിങ്സ് ആണ്. അപ്പോൾ ആ എഴുതുന്ന സമയത്ത് ചില ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. ആ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ആണ് ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവ്, അതുപോലെ കോണ്ടക്സ്റ്റലൈസേഷൻ, എമിക് ആൻഡ് എറിക് പെർസ്പെക്റ്റീവ്സ് ആൻഡ് നോൺ ജഡ്ജ്മെൻ്റൽ വ്യൂ ഓഫ് റിയാലിറ്റി. അപ്പോൾ ഇത്തരം കൺസെപ്റ്റ്സുകളെ പ്രത്യേകം മനസ്സിൽ വെച്ചിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ എ ഹോളിസ്റ്റിക് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ എത്തനോഗ്രാഫേഴ്സ് അസ്യൂംസ് എ ഹോളിസ്റ്റിക് ഔട്ട്ലുക്ക് ഇൻ റിസർച്ച് ടു ഗെറ്റ് എ കോംപ്രിഹെൻസീവ് പിക്ചർ ഓഫ് ദ സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഹിസ്റ്ററി, എക്കണോമിക്, റിലീജിയൻ, പൊളിറ്റിക്സ് ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഏത് വിഷയത്തെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നോ അപ്പോൾ ഒരു ഹോളിസ്റ്റിക് സമഗ്രമായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ്, ഒരു വിശിഷ്ടമായിട്ടുള്ളതും സമഗ്രമായിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് അയാൾക്ക് ഉണ്ടായിരിക്കണം. അതിനെയാണ് ഈ ഹോളിസ്റ്റിക് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കോണ്ടെക്സ്റ്റലേഷൻ ആണ്. പ്ലേസിംഗ് ദ ഒബ്സർവേഷൻസ് മെയ്ഡ് ഓൺ ദ ഫീൽഡ് വിത്തിൻ എ സോഷ്യൽ കോണ്ടെക്സ്റ്റ് വുഡ് പ്രൊവൈഡ് എ ലാർജർ പെർസ്പെക്റ്റീവ്. അപ്പോൾ ഒരു ലാർജർ പെർസ്പെക്റ്റീവ് ആ കോണ്ടെക്സ്റ്റിൻ്റെ ആ കാര്യത്തിനെ കുറിച്ചുള്ള ആ സോഷ്യൽ കോണ്ടെക്സ്റ്റിൻ്റെ ലാർജർ പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കണം അയാൾക്ക്. പ്ലേസിംഗ് ദ ഒബ്സർവേഷൻ മെയ്ഡ് ഓൺ ദ ഫീൽഡ്. ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് സ്റ്റഡി ഓൺ എ ഗേൾസ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഒരു ഗേൾസ് എഡ്യൂക്കേഷൻ്റെ സ്റ്റഡി ഉദാഹരണമായിട്ട് എടുക്കാം. യു മേ ഫൈൻഡ് ദാറ്റ് ഓഫൺ ദ ഗേൾസ് സ്റ്റുഡൻസ് ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഫ്രം സ്കൂൾ ഈസ് മച്ച് ഹയർ ദാൻ ദോസ് ഓഫ് ബോയ്സ്. ബോയ്സിനേക്കാളും സ്കൂളിലെ ഡ്രോപ്പ് ഔട്ട് വരുന്ന റേറ്റ് കൂടുതൽ ഗേൾസിൻ്റെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സപ്പോസ് ദ എത്തനോഗ്രാഫേഴ്സ് ലൊക്കേറ്റ് ദിസ് ഇഷ്യൂ ഇൻ എ ലാർജർ കോണ്ടെക്സ്റ്റ്. ഇനി ഈ ഇഷ്യൂ തന്നെ ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ എത്തനോഗ്രാഫർ നോക്കേണ്ടത്. ഇൻ ദാറ്റ് കേസ് ഹി മൈറ്റ് ഫൈൻഡ് ദാറ്റ് ദ ഗേൾസ് ഡ്രോപ്പ് ഔട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂ ടു ദ അഡീഷണൽ ബർഡൻ ഓഫ് ഡെയിലി ഹൗസ് ഹോൾഡ് സ്കോറസ് ഓർ ടേക്കിംഗ് കെയർ ഓഫ് ദ യങ്ങർ സിബ്ലിങ്സ് ആൻഡ് ഹെൽപ്പിംഗ് ദെയർ മദേഴ്സ്. അപ്പോൾ ഈ ഗേൾസ് സ്റ്റുഡൻസിൻ്റെ ഡ്രോപ്പ് ഔട്ട് കൂടാൻ കാരണം വീട്ടിലെ ജോലികൾ അല്ലെങ്കിൽ മറ്റു ബാധ്യതകളും ഇളയ കുട്ടികളെ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കാം എന്ന് അയാൾക്ക് മനസ്സിലാക്കാം. അപ്പം അതിനേക്കാളൊക്കെ വലുതായിട്ട് ദ എത്തനോഗ്രാഫർ ടേക്കിംഗ് ടു അക്കൗണ്ട് ദ ലാർജർ കോണ്ടെക്സ്റ്റ് ഓഫ് ജെൻഡർ റോൾസ് ആൻഡ് സച്ച് കോണ്ടെക്സ്റ്റലൈസേഷൻ മൈറ്റ് ഹെൽപ്പ് ഗ്രാസ്പ് സോഷ്യൽ ലൈഫ്. അപ്പം ഈ കാര്യങ്ങളെക്കാളും കൂടുതലായിട്ട് അതിൻ്റെ വലിയ കോണ്ടെക്സ്റ്റ് എന്താണെന്ന്, സന്ദർഭം, ഇങ്ങനെ ഗേൾസ് ഡ്രോപ്പ് ഔട്ട് കൂടുതലാകാനായിട്ടുള്ള ലാർജർ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ ജെൻഡർ റോൾസ് ആണ്. ആദ്യമേ കാലത്ത് തന്നെ കുട്ടികളെ സോഷ്യലൈസ് ചെയ്യുമ്പോൾ ജെൻഡർ റോൾസിൽ ഗേൾസ് ഇങ്ങനെ ആയിരിക്കണം, ബോയ്സ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതാണ് ഈ കോണ്ടെക്സ്റ്റലൈസേഷൻ മൈറ്റ് ഹെൽപ്പ് ദി ഗ്രാസ്പ് സോഷ്യൽ ലൈഫ്. അപ്പം അവരുടെ സോഷ്യൽ ലൈഫിനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് എമിക് വേഴ്സസ് എറ്റിക്
പെർസ്പെക്റ്റീവ്സ്. അടുത്ത കാഴ്ചപ്പാടാണ് എമിക് വേഴ്സസ് എറ്റിക് പെർസ്പെക്റ്റീവ്. ദ എമിക് പെർസ്പെക്റ്റീവ്, ദ ഇൻസൈഡേഴ്സ് ഓർ നേറ്റീവ് പെർസ്പെക്റ്റീവ്സ് ഓഫ് റിയാലിറ്റി is at the heart of most ethnographic research. This insider's perception of reality is instrumental to understanding and accurately describing situations and behaviors. അപ്പോൾ ഈ രണ്ട് പെർസ്പെക്റ്റീവ്സും ആ സിറ്റുവേഷൻസ് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദിസ് എമിക് പെർസ്പെക്റ്റീവ് ഹെൽപ്സ് ദ ഫീൽഡ് വർക്കർ understand why members of the social group do what they do, and the emic perspectives help record the multiple realities. അപ്പോൾ എമിക് പെർസ്പെക്റ്റീവ്സ് ഹെൽപ്പ് ദ ഫീൽഡ് വർക്കിന് ഈ എമിക് പെർസ്പെക്റ്റീവ്സ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ? അണ്ടർസ്റ്റാൻഡ് വൈ മെമ്പേഴ്സ് ഓഫ് ദ സോഷ്യൽ ഗ്രൂപ്പ് ഡു വാട്ട് ദേ ഡു, അവരിങ്ങനെ ചെയ്യണത് എന്തുകൊണ്ടാണ്, ആ സോഷ്യൽ ഗ്രൂപ്പിലുള്ള ആളുകൾ അങ്ങനെ ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ദ എമിക് പെർസ്പെക്റ്റീവ് ഹെൽപ്സ് ടു റെക്കോർഡ് ദ മൾട്ടിപ്പിൾ റിയാലിറ്റീസ്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ റിയാലിറ്റീസ് മനസ്സിലാക്കാനായിട്ട് എമിക് പെർസ്പെക്റ്റീവ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് എറ്റിക് പെർസ്പെക്റ്റീവ്സ്, ഇനി എറ്റിക് പെർസ്പെക്റ്റീവ്സ് ആണെങ്കിൽ ഓൺ ദ അതർ ഹാൻഡ് ഈസ് ദ എക്സ്റ്റേണൽ, അത് പുറത്തുള്ളതാണ്, ബാഹ്യമായിട്ടുള്ളതാണ്. സോഷ്യൽ സയൻറ്റിഫിക് പെർസ്പെക്റ്റീവ് ഓഫ് റിയാലിറ്റി, സോഷ്യൽ സയൻറ്റിഫിക് കാഴ്ചപ്പാട് തന്നെയാണ് എറ്റിക് perspective എന്ന് പറയണം. മോസ്റ്റ് എത്തനോഗ്രാഫേഴ്സ് റെക്കോർഡ് ദ എമിക് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ദെൻ അപ്പൻഡ് ഇറ്റ് വിത്ത് ദെയർ സയൻറ്റിഫിക് അനാലിസിസ്. ആൻഡ് എ ഗുഡ് എത്തനോഗ്രാഫി റിക്വയർസ് ബോത്ത് എമിക് ആൻഡ് എറ്റിക് പെർസ്പെക്റ്റീവ്സ്. അപ്പോൾ ഒന്ന് മാത്രമല്ല, ശരിക്കുള്ള ഒരു നല്ല എത്തനോഗ്രാഫിയിൽ ഈ രണ്ട് പെർസ്പെക്റ്റീവ്സും ആവശ്യമാണ്, ബോത്ത് എമിക് ആൻഡ് എറ്റിക് പെർസ്പെക്റ്റീവ്സ്. ഇനി അടുത്തത് നോൺ ജഡ്ജ്മെന്റൽ വ്യൂസ് ഓഫ് റിയാലിറ്റി ആണ്. ഇറ്റ് ഈസ് എസെൻഷ്യലി എ പ്രീ റിക്വസിറ്റ് ഫോർ ദ എത്തനോഗ്രാഫർ ടു ഹാവ് എ നോൺ ജഡ്ജ്മെന്റൽ വ്യൂ ഇൻ ദ ഫീൽഡ്. ആ ഫീൽഡിനെ കുറിച്ചൊരു നോൺ ജഡ്ജ്മെന്റൽ വ്യൂ എപ്പോഴും അയാളുടെ കാഴ്ചപ്പാടിൽ ഉണ്ടായിരിക്കണം. ദേ ഷുഡ് റിഫ്രെയിൻ ഫ്രം മേക്കിംഗ് എനി ഇൻഅപ്രോപ്രിയേറ്റ് ജഡ്ജ്മെന്റ്സ് ഇഫ് ദേ എൻകൗണ്ടർ എനി അൺഫെമിലിയർ ഫാക്ടീസ്. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ എത്തനോഗ്രാഫർ കനോട്ട് ബി ന്യൂട്രൽ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എത്തനോഗ്രാഫർ ഒരിക്കലും ന്യൂട്രൽ ആകാൻ പാടില്ല. ആൻഡ് ഹാസ് ദെയർ ഓൺ സെറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് ബയാസസ്. അയാളുടെ ആ സെറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് ബയാസസ് എപ്പോഴും അയാളിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ന്യൂട്രൽ അത് വെച്ചിട്ട് ന്യൂട്രൽ ആകാൻ പാടില്ല. എത്തനോസെൻട്രിക് ബിഹേവിയർ ദാറ്റ് ഈസ് ഇമ്പോസിഷൻ ഓഫ് വൺസ് കൾച്ചറൽ വാല്യൂസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓൺ അനദർ കൾച്ചർ, എസ്യൂം ദാറ്റ് വൺ ഈസ് സുപ്പീരിയർ ടു ദ അതർ ഈസ് ആൻ എറർ ഇൻ എത്തനോഗ്രാഫിക് പ്രാക്ടീസ്. അപ്പൊ രണ്ട് കൾച്ചേഴ്സ് തമ്മിൽ ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ ഒന്ന് ഇൻഫീരിയറും മറ്റൊന്ന് സുപ്പീരിയറും ആണെന്നുള്ളൊരു ബോധം, അങ്ങനത്തെ ഒരു ചിന്താഗതി അയാളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എറർ ഇൻ എത്തനോഗ്രാഫിക് പ്രാക്ടീസ് ആണ്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് എത്തനോഗ്രഫീസ് ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്രോച്ചസ് ആൻഡ് മെത്തേഡ്സ് യൂസ്ഡ് ബൈ ഡിഫറെൻറ്റ് എത്തനോഗ്രാഫേഴ്സ് എസ്പെഷ്യലി അറ്റ് ഡിഫറെൻറ്റ് പീരീഡ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് പീരീഡ്സിൽ ഡിഫറെൻറ്റ് അപ്രോച്ചസ് മെത്തേഡ്സും ആണ് പല എത്തനോഗ്രാഫേഴ്സും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അതിൽ അങ്ങനെയുള്ള അപ്രോച്ചസ് പോസിറ്റിവിസം, ഫങ്ഷണലിസം, ഇന്റർപ്രിറ്റീവ്, ഫെമിനിസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡേണിസം. അപ്പോൾ ഇതൊക്കെയാണ് പല പല അപ്രോച്ചസുകൾ, എത്തനോഗ്രാഫിക് അപ്രോച്ചസ്. അപ്പോൾ ആദ്യം പോസിറ്റിവിസ്റ്റ് ആൻഡ് ഫങ്ഷണലിസ്റ്റ് എത്തനോഗ്രഫി നോക്കുക. ഡ്യൂറിങ് ദ 19th century എ പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് ഇൻ ആന്ത്രപ്പോളജി ആൻഡ് എത്തനോഗ്രഫി പ്രിഡോമിനേറ്റഡ്. ഏതാണ്ട് 19th centuryയിലാണ് പോസിറ്റിവിസ്റ്റ് ആൻഡ് ആന്ത്രപ്പോളജി പോസിറ്റിവിസ്റ്റ് approach in anthropology and ethnography predominated. This approach adheres to the empirist notions of knowledge generation and advocates objectivity and distance from the object of inquiry. Objectivity requires the researcher to maintain distance and remain detached from the object of inquiry, and the results are focused on facts rather than the research on beliefs and values. അപ്പോൾ റിസർച്ചറുടെ സ്വന്തം വിശ്വാസങ്ങളും വാല്യൂസിനും ഒക്കെ അതീതമായിട്ട് ഫാക്ട്, യാഥാർത്ഥ്യങ്ങളെ അധിഷ്ഠിതമാക്കിയാണ് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ദ പ്രൈമറി ഫോക്കസ് ഈസ് ടു സീക്ക് ജനറലൈസബിൾ ലോസ് ദാറ്റ് മേ ബി അപ്ലൈഡ് ടു ഹ്യൂമൻ ബിഹേവിയർ. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ടു സീക്ക് ജനറലൈസബിൾ ലോസ്, ജനറലൈസബിൾ ആയിട്ടുള്ള നിയമങ്ങൾ അപ്ലൈ ചെയ്യുക ഹ്യൂമൻ ബിഹേവിയറിൽ. ദ ആന്ത്രപ്പോളജിസ്റ്റ് ലൈക്ക് മാലിനോവസ്കി, ഇവാൻ സ്പിച്ചാർഡ് ആൻഡ് റാഡ്ക്ലിഫ് റവൺ ഫോളോയിങ് ദ പോസിറ്റിവിസ്റ്റ് അപ്രോച്ച്. ഈ അപ്രോച്ച് ഫോളോ ചെയ്ത പ്രധാനപ്പെട്ട ആന്ത്രപ്പോളജിസ്റ്റുകളാണ് മാലിനോവസ്കി, ഇവാൻ സ്പിച്ച്വേർഡ്, റാഡ്ക്ലിഫ് എന്നിവർ. ഇനി
അടുത്തത് ഇന്റർപ്രറ്റീവ് അപ്രോച്ച് ടു എത്തനോഗ്രഫി. ഒന്ന് വ്യാഖ്യായ അധിഷ്ഠിതമായിട്ടുള്ള അപ്രോച്ചാണ് ഇന്റർപ്രറ്റീവ് അപ്രോച്ച്. വിത്ത് തിക്ക് ഡിസ്ക്രിപ്ഷൻ, വളരെ വലുതായിട്ടുള്ള വിവരണം, അതായത് നന്നായിട്ട് വ്യാഖ്യ കൊടുക്കുക ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. ക്ലിഫോർഡ് ഗ്രീറ്റ്സ് പ്രൊഫസ്ഡ് on meaning and real emotions rather than just nothing of facts in the field. It was stated that it is essential to see humans as actors in the social world. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇറ്റ് വാസ് സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു സീ ഹ്യൂമൻ ആസ് ആക്ടേഴ്സ് ഇൻ ദ സോഷ്യൽ വേൾഡ്. സോഷ്യൽ വേൾഡിലെ ആക്ടേഴ്സിനെ പോലെ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെ കാണണം. ദാൻ സിംപ്ലി റിയാക്ടിങ് ആസ് ഒബ്ജക്ട്സ് ഇൻ ദ നാച്ചുറൽ വേൾഡ്. നാച്ചുറൽ വേൾഡിലെ ഒബ്ജക്റ്റിനെ കാണുന്നത് പോലെയല്ല സോഷ്യൽ വേൾഡിലെ ഒബ്ജക്റ്റായ ഹ്യൂമൻസിനെ കാണേണ്ടത്. ഇറ്റ് വാസ് എംഫസൈസ് ദാറ്റ് ദ ആക്ച്വൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻ ബി നോട്ടഡ് ടു നോ the relation between the action and the environment in which the action is taking place and what participants have to say about it. അപ്പൊ ഇതിനു വേണ്ടി ദ എയിം വാസ് ടു ജനറേറ്റ് ആൻ ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. ഒരു ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉണ്ടാകേണ്ടത്. ദാറ്റ് ഈസ് ഇൻ സെർച്ച് ഫോർ മീനിങ്സ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ഉണ്ടായിരിക്കണം. എത്തനോഗ്രഫീസ് ദെൻ ഫോക്കസ്ഡ് ഓൺ ജസ്റ്റ് റെക്കോർഡിംഗ് വാട്ട് പീപ്പിൾ സേ റാദർ വാട്ട് മീനിങ് ഇറ്റ് ഹാസ് ഫോർ ദ പീപ്പിൾ. ആളുകൾ എന്താ പറയുന്നതല്ല റെക്കോർഡ് ചെയ്യേണ്ടത്, അവർ ആ പറയുന്നത് കൊണ്ട് അവർ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദ എത്തനോഗ്രഫർ വുഡ് ദെൻ ഫൈൻഡ് ദ ലോജിക് ഓഫ് ദ ആക്ഷൻസ് ആൻഡ് ദെൻ ഓൺലി ദ ടെക്സ്റ്റ് വുഡ് ബി ഇൻസൈറ്റ്ഫുൾ. അപ്പൊ അങ്ങനെ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ അവർ ഉണ്ടാക്കുന്ന ആ ടെക്സ്റ്റ് മീനിങ് ഫുള്ളായി മാറുകയുള്ളൂ. ഇനി അടുത്തതാണ് ഫിനോമിനോളജിക്കൽ അപ്രോച്ച്. ഫിനോമിനോളജിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാഥമിക ലക്ഷ്യം നേരിട്ടുള്ള അന്വേഷണങ്ങളും വിവരണങ്ങളെയും ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഫിനോമിനോളജിക്കൽ അപ്രോച്ച്. ഫോളോയിങ് ആൽഫ്രഡ് സുൾസ്, മച്ച് ഓഫ് ദ 1960s and 1970s qualitative research turned to phenomenological approach, that is obtaining the actor's point of view. ആക്ട് ചെയ്യുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക, നേരിട്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആ വിവരാന്വേഷണത്തിനെയാണ് ഫിനോമിനോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഹ്യൂമൻസ് മേക്ക് സെൻസ് ഓഫ് വാട്ട് വി റിസീവ് ത്രൂ അവർ സെൻസസ്. വി സീ, ഹിയർ, സ്മെൽ, ഫീൽ ആൻഡ് ടേസ്റ്റ് ബൈ സ്പ്ലിറ്റിംഗ് അപ്പ് ദ വേൾഡ് അറൗണ്ട് us into categories and subcategories. ഇനി അടുത്തത് ക്രിട്ടിക്കൽ എത്തനോഗ്രഫിയാണ്, ഒരു വിമർശനാത്മകമായിട്ടുള്ള എത്തനോഗ്രഫി. സം എത്തനോഗ്രഫീസ് ആർ സ്ട്രാറ്റജിക്കലി സിറ്റുവേറ്റഡ് ടു ഷെഡ് ലൈറ്റ് ഓൺ ലാർജർ സോഷ്യൽ, പൊളിറ്റിക്കൽ, സിംബോളിക്കൽ ഓർ എക്കണോമിക് ഇഷ്യൂസ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ള എക്കണോമിക്സ്, ലാർജർ സോഷ്യൽ, പൊളിറ്റിക്കൽ, സിംബോളിക് ഓർ എക്കണോമിക് ഇഷ്യൂസിനെ പറ്റി വിവരിക്കേണ്ട നേരത്താണ് ഈ മെത്തേഡ് പലപ്പോഴും വരുന്നത്. മൂവിങ് ഫ്രം Procoial vision, there has been a shift in ethnographies to larger issues like addressing the political economy on seeing from the perspective of the disadvantaged groups in advanced capitalist societies. These are examples of critical realist tales embedded within the Marxist frame. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ജൂൺ നാഷാസ് വി ഈറ്റ് ദ മൈൻസ് ആൻഡ് ദ മൈൻസ് ഈറ്റ് us ഈസ് എ ഹിസ്റ്റോറിക്കൽ ആൻഡ് കണ്ടംപററി അക്കൗണ്ട് ഓഫ് ബോൾവിയൻ ടിൻ മൈനേഴ്സ്. അപ്പോൾ ഇവിടെ തന്നെ അതാണ് ഒരു ക്രിട്ടിക്കൽ എത്തനോഗ്രഫി. ആ വി ഈറ്റ് ദ മൈൻസ് ആൻഡ് ദ മൈൻസ് ഈറ്റ് us എന്നുള്ള അവിടെ നിന്ന് മനസ്സിലാക്കുക. അനദർ എക്സാമ്പിൾ ഈസ് Hochschild's work on the sociology of emotions, which does not have a Marxian slant. അപ്പോൾ ഇതിൽ മാർക്സിയൻ സ്ലാൻഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, എന്നാലും ഒരു ക്രിട്ടിക്കൽ ടെയിലിന് എക്സാമ്പിൾ ആയിട്ട് വരും. അവിടെ യൂസിങ് എ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ and interviews among flight attendants, the author has talked about a problematic emotional work. ഒരു പ്രോബ്ലമാറ്റിക് എമോഷണൽ വർക്കിനെ കുറിച്ച് ഓതർ പറയുന്നത് സർവീസ് വിത്ത് എ സ്മൈലിന്, സർവീസ് വിത്ത് എ smile. While providing a larger context, the ethnographers of these ethnographies have referred to economics, political science, history and psychology to advance their understanding of the social reality. അപ്പോൾ ഈ ക്രിട്ടിക്കൽ എത്തനോഗ്രഫി, ക്രിട്ടിക്കൽ വേ എന്നുള്ള ആ അപ്രോച്ച് കൂടുതലായിട്ടും എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, സൈക്കോളജി പോലെയുള്ള വിഷയത്തിന്റെ സോഷ്യൽ റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപകാരപ്പെടുന്നത്. ഇനി അടുത്തത് ഫെമിനിസ്റ്റ് എത്തനോഗ്രഫി. വുമൺ
women ethnographers have brought a new perspectives to the way ethnographies are written and read. During the 1970s, when feminists began questioning the use of masculine pronouns and nouns, അപ്പോൾ മസ്കുലിൻ പ്രൊനൗൺസും അത് നൗൺസും ഒക്കെ എപ്പോഴും യൂസ് ചെയ്യണതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫെമിനിസ്റ്റുകൾ 1970 പറയുകയുണ്ടായി. ദ ഫീമെയിൽ വാസ് എസെൻഷ്യലി മിസ്സിങ് ഇൻ ദ എത്തനോഗ്രാഫീസിൽ എപ്പോഴും മസ്കുലിൻ പ്രൊനൗണും നൗൺസും ഒക്കെയാണ് വരുന്നത്. ഫീമെയിൽസിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ വരാറില്ലെന്ന്. സാലി സ്ലോസ് 1970 paper Woman the Gatherer, the male bias in anthropology, critiqued the popular conception of man the hunter and challenged the Adocentric Academy. Another volume by Peggy Golden, Woman in the Field, is an edited volume by women anthropologists, opened the debate of how being woman affected the experience of anthropologists conducting their research in diverse settings. അപ്പോൾ പല സെറ്റിങ്സും ആന്ത്രപ്പോളജിസ്റ്റ് എത്തനോഗ്രഫി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വുമൻസിനെ കുറിച്ച് ശരിക്കും കൺസിഡർ ചെയ്യണില്ല. അതിന് എതിരായിട്ടുള്ളതാണ് ഫെമിനിസ്റ്റ് എത്തനോഗ്രഫി. അപ്പോൾ ഫെമിനിസ്റ്റിൻ്റെ കാര്യങ്ങൾ, സ്ത്രീകളുടെ കാര്യം അവർ തന്നെ നോക്കുക, അതുപോലെ അവരുടേതായ കാര്യങ്ങൾ അവരുടേതായ പ്രൊനൗണും നൗൺസും ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ പ്രത്യക്ഷപ്പെടണം എന്നുള്ള അഭിപ്രായമായിരുന്നു ഈ ഫെമിനിസ്റ്റ് എത്തനോഗ്രഫിയിലുള്ളത്. ഇനി എത്തനോഗ്രഫി ടുഡേ, വൺ ഓഫ് ദ മേജർ ഡെവലപ്മെന്റ് ഇൻ ആന്ത്രപ്പോളജി ഹാസ് ബീൻ ദ റിഫ്ലെക്സീവ് ടേൺ. അപ്പോൾ പുതിയ ഈ കാലഘട്ടത്തിൽ എത്തനോഗ്രഫി എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ടേൺ ആണ്, വിച്ച് ഈസ് എ പ്രോസസ് ഓഫ് റിഫ്ലക്ഷൻ ദാറ്റ് അലൗസ് ദ റിസർച്ചർ എത്തനോഗ്രഫർ ടു ബി ദ ഒബ്ജക്റ്റ്. അയാളുടെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആ എത്തനോഗ്രാഫറുടെ അല്ലെങ്കിൽ റിസർച്ചിന്റെ തന്നെ ഒരു റിഫ്ലക്ഷൻ അതിൽ കാണുന്നതിനെയാണ് മേജർ ഡെവലപ്മെന്റ് ഇൻ ആന്ത്രപ്പോളജി ആസ് ദ റിഫ്ലെക്സീവ് ടേൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഫോക്കസ് ഓൺ ദ സെൽഫ് എക്സാമിനേഷൻ. അപ്പോൾ ഒരു കാര്യം കുറിച്ച് പറയുമ്പോൾ അവിടെ തന്നെ എക്സാം ചെയ്യുക, സെൽഫ് എക്സാമിനേഷൻ, സെൽഫ് ക്രിട്ടിക് ആൻഡ് സെൽഫ് ഹുഡ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിൽ സെൽഫ് എക്സാമിനേഷൻ, സെൽഫ് ക്രിട്ടിക് ആൻഡ് സെൽഫ് ഹുഡ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്സ്റ്റിനെയാണ് ഇങ്ങനെ റിഫ്ലെക്സീവ് എന്നുള്ള ടൈം കൊണ്ട് ഇവിടെ ഡിഫൈൻ ചെയ്യണത്. റിഫ്ലെക്സിവിറ്റി ഇൻ ആന്ത്രപ്പോളജി ഡെവലപ്ഡ് ഡ്യൂ ടു 3 മെയിൻ ഡെവലപ്മെന്റ്സ്. അപ്പോൾ ഈ റിഫ്ലെക്സിവിറ്റി ആന്ത്രപ്പോളജിയിൽ 3 മെയിൻ ഡെവലപ്മെന്റ്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന്, എക്കനോളജ്മെന്റ് ഓഫ് ദ യൂറോസെൻട്രിക് ബേസസ് ഇൻ ആന്ത്രപ്പോളജി. സെക്കൻഡ് വൺ, ദ എമർജൻസ് ഓഫ് ദ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ദാറ്റ് അക്യൂസ് ദ ആൻഡ്രോസെൻട്രിക് നേച്ചർ ഓഫ് ആന്ത്രപ്പോളജി. ആൻഡ് തേർഡ്, ദ 1967 publication of Malinowski's Field Diaries, a diary in the strict sense of the term, revealed Malinowski's ഫീൽഡ് വർക്ക് സബ്ജക്ടിവിറ്റി. ഇനി അടുത്തത് ഓട്ടോ എത്തനോഗ്രഫിയാണ്. ഓട്ടോ സ്വന്തമായിട്ടുള്ള ആത്മകഥാ രൂപത്തിലുള്ള ഓട്ടോ എത്തനോഗ്രഫി ഈസ് വെയർ ദ റിസർച്ചേഴ്സ് തോട്ട് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഡിറൈവ്സ് ഫ്രം ദെയർ സോഷ്യൽ ഇന്ററാക്ഷൻസ് ഇൻ ദ ഫീൽഡ് ഫോം ദ സെൻട്രൽ എലിമെന്റ് ഓഫ് ദ സ്റ്റഡി. അപ്പോൾ സെൻട്രൽ എലിമെന്റ് ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നത് ഈ ഓട്ടോ ബയോഗ്രാഫിയിൽ ഈസ് വെയർ ദ റിസർച്ചേഴ്സ് തോട്ട്സ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഡിറൈവ്സ് ഫ്രം ദെയർ സോഷ്യൽ ഇന്ററാക്ഷൻ ഇൻ ദ ഫീൽഡ്. ഇനി ഓട്ടോ എത്തനോഗ്രഫി റെഫേഴ്സ് ടു ടേണിംഗ് ദ എത്തനോഗ്രാഫിക് ഗെയ്സ് ഇൻവേർഡ് ഓൺ ദ സെൽഫ്. അയാളുടെ ഓട്ടോന്റെ സ്വന്തം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അയാളുടെ ആത്മകഥയെ കൂടി വരുന്നത്. വൈൽ മെയിൻറ്റെയിനിങ് ദ ഔട്ട്വേർഡ് ഗെയ്സ് ഓഫ് എത്തനോഗ്രഫി, ലുക്കിംഗ് അറ്റ് ദ ലാർജർ കോണ്ടെക്സ്റ്റ് വെയർ ഇൻ സെൽഫ് എക്സ്പീരിയൻസ് occur. It broadly refers to both the method and their product of researching and writing about personal lived experiences and their relationship to culture. ഇനി അടുത്ത ടൈപ്പാണ് ഓൺലൈൻ എത്തനോഗ്രഫി. ആൻഡ് ഓൺലൈൻ ഓർ വെർച്വൽ മീഡിയം യൂസ് ടു സ്റ്റഡി ഇന്റർനെറ്റ് കമ്മ്യൂണിറ്റീസ് ഇൻ വേരിയസ് ഫോംസ് ഈസ് എ ന്യൂ വേ ഓഫ് ഡൂയിങ് എത്തനോഗ്രഫി. അപ്പോൾ എത്തനോഗ്രഫി ചെയ്യുന്ന ഒരു പുതിയ രീതിയാണ് ഓൺലൈൻ എത്തനോഗ്രഫി എന്ന് പറഞ്ഞാൽ വെർച്വൽ മീഡിയം യൂസ് ചെയ്തിട്ട് ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി ചെയ്യുന്നത്. അപ്പോൾ ദിസ് റിസർച്ച് മെത്തേഡ് എക്സ്പ്ലോർസ് ഹൗ വുമൺസ് ലീവ് ആൻഡ് ഇന്ററാക്ട് ഓൺലൈൻ ത്രൂ എ വൈഡ് റേഞ്ച് ഓഫ് ഡിഫറെന്റ് റിസർച്ച് സ്ട്രാറ്റജീസ്. ഹൈൻ argues that ethnographic researchers start from the perspective of questioning what is taken for granted and seeking to analyze and contextualize the way things are.
In relation to the internet, this means that researchers challenge the notion that the internet is the product of the features of its technology and explore how it is constructed by the way in which people inhabit, utilize, and actively make it. Ethnography conducted in online setting has been instrumental in demonstrating the complex nature of internet-based interactions and enable us to explore the new cultural formations that emerge online. Robinson and Scruse have identified 3 different phases of online ethnography. Online ethnographyക്ക് 3 different phases ഉണ്ടെന്നാണ് റോബിൻസൺ സ്കൂൾസ് പറയണത്. അപ്പൊ അതനുസരിച്ച് ഫസ്റ്റ് വൺ, പൈനറിങ് അപ്രോച്ചസ് സോ ദ internet as the new domain for identity formation and stress the distinctiveness of online social formation. Second, the transfer of offline methodological concern into the online domain. And third one, the recent emergence of multimodal approaches that consider video and audio data alongside textual data and also seeks to conceptualize online interactions within offline spaces. Online spaces have provided access for ethnographers to explore everyday life in depth and detail and have a significant contribution to social science. Online ethnography എന്ന് പറഞ്ഞാൽ it is a grace, അതൊരു profit to the field of ethnographers. Online spaces have provided access for ethnographers to explore everyday life in depth. Everyday life വളരെ ഡെപ്തിൽ അന്വേഷിക്കാനും വിവരണങ്ങളിൽ ശേഖരിക്കാനും ഏറ്റവും സഹായപ്രദമായിട്ടുള്ള ഒരു രീതിയാണ് ഈ ഓൺലൈൻ എത്തനോഗ്രാഫിക് മെത്തേഡ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ കൊളോണിയൽ എത്തനോഗ്രഫിയാണ്. The discipline of anthropology, like any other social science, is historically and socially conditioned. The disciplines emerged during the colonial period to meet the administrative needs of the expanding colonial regime. ഈ ഡിസിപ്ലിൻ കൊളോണിയൽ പീരീഡിലാണ് സോഷ്യോളജി അതുപോലെയുള്ള ആന്ത്രോപോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ ആ കൊളോണിയലിസത്തിൽ ഭരണകർത്താക്കൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാനും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കാര്യങ്ങൾ വ്യക്തമായി കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള സബ്ജക്ട്സ് ആവശ്യമാണെന്ന് അവർക്ക് മനസ്സിലായി. ദ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് ദാറ്റ് അറോസ് ഇൻ ദ എക്സ്പാൻഷൻ ആൻഡ് consolidation of the colonial rule had the colonial powers in dearth of data on the colonized people. ഇനി origin and development of colonial ethnographies നോക്കുക. അബി ഡൊബോസ്, എ ഫ്രഞ്ച് മിഷണറി ഇൻ മൈസൂർ. അബി ഡുബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് മിഷണറിയാണ് മൈസൂരിൽ. റോട്ട് അബൌട്ട് പീപ്പിൾസ് ലീവ്സ് കസ്റ്റംസ് ആൻഡ് റിച്വൽസ് ആൻഡ് പബ്ലിഷ്ഡ് ഹിന്ദു മാനേഴ്സ് കസ്റ്റംസ് ആൻഡ് സെറിമണീസ് ഇൻ 1816. 1816 ഹിന്ദു മാനേഴ്സ് കസ്റ്റംസ് ആൻഡ് സെറിമണീസ് എന്നുള്ള ആ ഹെഡിങ്ങിൽ അവര് എഴുതിയ ഇവിടുത്തെ ജനങ്ങളുടെ ലീവ്സ്, കസ്റ്റംസ് ആൻഡ് റിച്വൽസ് അതെല്ലാം പബ്ലിഷ് ചെയ്ത് ഹിന്ദു മാനേഴ്സ് അതുപോലെ കസ്റ്റംസ് ആൻഡ് സെറിമണീസ് എന്നും പറഞ്ഞുകൊണ്ട്. ദീസ് ഏർലി വർക്ക്സ് വെർ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ്സ് അണ്ടർടേക്കൺ ബൈ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്. ഈ മുൻകാലത്തുണ്ടായിരുന്ന ഈ വർക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറ്റംപ്റ്റ്സ് ആയിരുന്നു. അണ്ടർടേക്കൺ ബൈ ബ്രിട്ടീഷ് ഒഫീഷ്യൽ മിഷണറീസ് ആൻഡ് സ്കോളേഴ്സ് ടു ഡോക്യുമെന്റ് ദ കൊളോണൈസ്ഡ്. ആ കൊളോണൈസ്ഡ് സമയത്ത് അവർക്ക് ഇവിടുത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ അതുപോലെ ഇവിടുത്തെ ആളുകളെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള വിവരണങ്ങൾ ഒരു ധാരണ കിട്ടാൻ ഈ അറ്റംപ്റ്റ്സ് വളരെ സഹായപ്രദം. In 1871, the British officials launched the first All India Census to collect information about Indian society. In 1871, British officials launched the first All India Census. ആദ്യത്തെ All India Census എടുത്ത് collect information about Indian society. Indian society-നെ കുറിച്ച് അറിവ് കിട്ടാനായിട്ട് വേണ്ട ഒരു സർവേ നടത്തി. 1901, Sir Herbert Risley conducted an ethnographic survey of India. 1901
സബ്സിക്വൻ്റ്ലി സർ ഹെർബർട്ട് റീസ്ലി ഒരു എത്തനോഗ്രാഫിക് സർവേ ഇന്ത്യയിൽ നടത്തുന്നുണ്ടായിരുന്നു. സിൻസ് ദെൻ ദ സെൻസസ് ഡാറ്റ ഹാസ് ബീൻ ആൻ ഇൻവാല്യുബിൾ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ഗിവിംഗ് ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ആൻഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫോർ ഈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ അനാലിസിസ്. അപ്പം അന്ന് മുതൽ ദ സെൻസസ് ഡാറ്റ ഹാസ് ബീൻ ആൻ ഇൻവാല്യുബിൾ സോഴ്സ്. ആ സെൻസസ് ഡാറ്റ എന്ന് പറയുന്ന വളരെ വിലപിടിച്ചിട്ടുള്ള ഒരു അറിവുകളുടെ സോഴ്സായിട്ട് ഗണിക്കപ്പെട്ടു. ഗിവിങ് ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, ഇവിടുത്തെ പോപ്പുലേഷൻ്റെ അതുപോലെ ജനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരണങ്ങൾ കിട്ടാനും അവരുടെ കൾച്ചറൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും ഏറ്റവും നല്ലൊരു മെത്തേഡാണെന്ന് അവർക്ക് തോന്നി. ഇൻഡോളജിക്കൽ സ്റ്റഡീസ് ഇൻവോൾവിംഗ് സ്റ്റഡീസ് ഓൺ റിലീജിയസ് പ്രാക്ടീസസ്, customs and laws also gained a stimulus because of the effort made by British scholars and officials. Sir William Jones, a British Orientalist, established the Asiatic Society of Bengal in 1787. അപ്പോൾ 1787 ഒരു ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ രൂപീകരിച്ച്. ദ സൊസൈറ്റി പബ്ലിഷ്ഡ് ജേർണൽ ഡെവലപ്ഡ് ആന്ത്രോപോളജിക്കൽ ഇൻട്രസ്റ്റ്. പിന്നെ അങ്ങനെ ഓരോ ഡെവലപ്മെൻറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഡെവലപ്മെൻറ്റിനെ പല ഫേസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ദ ഫോർമേറ്റീവ് ഫേസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1774 തുടങ്ങി 1919 വരെയുള്ള കാലഘട്ടത്തിനെയാണ് ഫോർമാറ്റീവ് ഫേസസ് എന്ന് പറയുന്നത്. ഫോർ മജുംദാർ ദിസ് ഫേസ് എൻഡഡ് ഇൻ 1911. മജുംദാറിൻ്റെ അഭിപ്രായത്തിൽ ഈ ഫേസ് അവസാനിക്കുന്നത് 1911 പറയുന്നത്. ബട്ട് ഫോർ വിദ്യാർത്ഥിയുടെ അഭിപ്രായത്തിൽ ദിസ് ഫേസ് എക്സ്റ്റെൻഡഡ് ടു 1920. This phase saw the ethnographic studies on tribes and other communities. ഈ ഫേസിൽ എത്തനോഗ്രാഫിക് സ്റ്റഡീസ് ഓൺ ട്രൈബ്സ് ആൻഡ് അതർ കമ്മ്യൂണിറ്റീസ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ദ മോണോഗ്രാഫ്സ് പ്രൊഡ്യൂസ്ഡ് വെയർ ഓൺ കസ്റ്റംസ് ആൻഡ് ബിലീഫ്സ്, ട്രഡീഷൻസ് ആൻഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ലൈഫ്. ആ സമയത്ത് പല രീതിയിലുള്ള മോണോഗ്രാഫ്സും പ്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായിരുന്നു. എ ലോട്ട് ഓഫ് വർക്ക് ഓൺ ട്രൈബ്സ് വാസ് പബ്ലിഷ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ പീരീഡിൽ ട്രൈബ്സിനെ കുറിച്ച് ധാരാളം വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായിരുന്നു. ദ ക്ലാസിക്കൽ എവല്യൂഷണറി തിയറി ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വർക്ക് ടു സെർച്ച് ഫോർ പ്രിമിറ്റീവ് സർവൈവൽ വാസ് അറ്റംപ്റ്റഡ് അലോങ് വിത്ത് ദ ലിസണിംഗ് ഓഫ് കസ്റ്റംസ്. അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട്സ് ആൻഡ് ലാൻഡ് റവന്യൂ റിപ്പോർട്ട്സ് ഗേവ് ദ realistic picture of India's rural society as reflected in the works of Dalton, Burchan and Lord Baden-Powell. ഇനി അടുത്ത പീരീഡ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ഫേസ് ആണ്. അത് ആ കൺസ്ട്രക്റ്റീവ് ഫേസിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1920 to 1949 വരെയാണ്. എ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആന്ത്രപ്പോളജി വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് കൽക്കട്ട യൂണിവേഴ്സിറ്റി ഇൻ 1920. L.K. Anandakrishna Iyer, who joined the university, published monographs on tribes and caste of Ernakulam. അപ്പോൾ ട്രൈബ്സ് ആൻഡ് കാസ്റ്റ് ഓഫ് എറണാകുളം എന്നുള്ള ഒരു മോണോഗ്രാഫ് LK അനന്തകൃഷ്ണ അയ്യർ പബ്ലിഷ് ചെയ്യുകയുണ്ടായിരുന്നു. ഹി ഓൾസോ റോട്ട് ആൻഡ് പ്രസന്റഡ് എ പേപ്പർ ഓൺ മാരേജ് കസ്റ്റംസ് ഓഫ് കൊച്ചിൻ സ്റ്റേറ്റ് ആൻഡ് നമ്പൂതിരി ബ്രാഹ്മിൺസ് ഓഫ് മലബാർ അറ്റ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഇൻ 1914. വേറെ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ് മാരേജ് കസ്റ്റംസ് ഓഫ് ദ കൊച്ചിൻ സ്റ്റേറ്റ് ആൻഡ് നമ്പൂതിരീസ് ബ്രാഹ്മിൺസ് ഓഫ് മലബാർ അറ്റ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഇൻ 1940. അതുപോലെ S.C. Roy വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ എത്തനോഗ്രാഫർ ഹു വർക്ക്ഡ് അമംഗ് ദ ട്രൈബൽ പോപ്പുലേഷൻ ഓഫ് ചോട്ടാനഗർ ആൻഡ് പ്രൊഡ്യൂസ്ഡ് എ മോണോഗ്രാഫ് മുണ്ട ആൻഡ് ദേർ. അപ്പം അങ്ങനെ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ ഏതാണ് എത്തനോഗ്രാഫിനെ സംബന്ധിച്ചിട്ടുള്ളത്, എത്തനോഗ്രാഫിക് സ്റ്റഡീസ് എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത തേർഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഡ്യൂറിങ് ദ അനാലിറ്റിക്കൽ ഫേസ്. അപ്പം ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് കഴിഞ്ഞ് ഇനി അടുത്ത തേർഡ് ഫേസ് എന്ന് പറയുന്നത് അത് 1950 to 1990 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ആ ഫേസിനെ അറിയപ്പെടുന്നത് അനാലിറ്റിക്കൽ ഫേസ്. അത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ആ ഫേസ് ആണ്. ഇറ്റ് ഈസ് അനാലിറ്റിക്കൽ ഫേസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. മെനി ഇന്ത്യൻ സ്കോളേഴ്സ് കൊളാബറേറ്റഡ് വിത്ത് ഫോറിൻ സ്കോളേഴ്സ് ലൈക്ക് ഓസ്കാർ ലൂയിസ്, മോറിസ് ഓഫ്ലർ, P.G. Bailey, Mackie Marriott, Gerald D. Berman and David Manbam and did field work on Indian
വില്ലേജസ്. അപ്പോൾ ഈ സമയത്തുള്ള പ്രധാനപ്പെട്ട വ്യക്തികളും എത്തനോഗ്രാഫേഴ്സും ഒക്കെ ആരാണെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ GS ഗുരെ, NK ബോസ്, TN മദൻ, ഐരാവതി കർവ്യാർ, സം ഇന്ത്യൻ സ്കോളേഴ്സ് ഹു മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു വില്ലേജ് ആൻഡ് കമ്മ്യൂണിറ്റി സ്റ്റഡീസ്. പിന്നെ MN ശ്രീനിവാസ്, അത് അറിയാലോ, അത് നമ്മളുടെ ഭാരതത്തിലെ ഒരു ആന്ത്രോപോളജിസ്റ്റും സോഷ്യോളജിസ്റ്റും ആണ്. അപ്പോൾ MN ശ്രീനിവാസ് ഫേമസ് ബുക്ക് സോഷ്യൽ ചേഞ്ച് ഇൻ മോഡേൺ ഇന്ത്യ 1966 ഡെവലപ്പ് ദ സാൻസ്ക്രിറ്റൈസേഷൻ കൺസെപ്റ്റ്. 1966 സോഷ്യൽ ചേഞ്ച് ഇൻ മോഡേൺ ഇന്ത്യ എന്നുള്ള ആ ബുക്കിലാണ് അദ്ദേഹം സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ള ആ കൺസെപ്റ്റിന് രൂപം കൊടുത്തത്. ദ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻഡ് ഹൗ ദ ലോ കാസ്റ്റ് ഓർ ട്രൈബ് ടേക്സ് ഓവർ ദ കസ്റ്റംസ്, റിച്വൽസ്, ഐഡിയോളജി ആൻഡ് സ്റ്റൈൽ ഓഫ് ലൈഫ് ഓഫ് ഹയർ കാസ്റ്റ്. അപ്പോൾ ഈ സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യണത് എങ്ങനെയാണ് ലോവർ കാസ്റ്റ് ട്രൈബ്സും അതുപോലെയുള്ള ആളുകളും അവരുടെ ഹയർ കാസ്റ്റിന്റെ കസ്റ്റംസ്, റിച്വൽസ്, ഐഡിയോളജി ഒക്കെ സ്വീകരിച്ചിട്ട് ഹയർ കാസ്റ്റിനെ പോലെ ആക്ട് ചെയ്യുന്ന ആ ഒരു രീതി. പീപ്പിൾ ഓഫ് ലോവർ കാസ്റ്റ് ഇമിറ്റേറ്റ് ദ പീപ്പിൾ ഓഫ് അപ്പർ or twice born caste to improve their economic and political position in the society. സൊസൈറ്റിയിലെ എക്കണോമിക്കും പൊളിറ്റിക്കൽ പൊസിഷൻസും അവരുടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ ഹയർ കാസ്റ്റിൻ്റെ രീതിയിലേക്ക് മാറിയ ആ കൺസെപ്റ്റിനെയാണ്, ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന കൺസെപ്റ്റാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഹി ഗേവ് ദ എക്സാമ്പിൾ ഓഫ് ദ ചാമേഴ്സ് ഓഫ് ഉത്തർപ്രദേശ്, ദ രാംഗരീസ് ഓഫ് പഞ്ചാബ്, ദ ഓറസൺസ് ഓഫ് ബീഹാർ, ദ ഗോണ്ടേഴ്സ് ഓഫ് മധ്യപ്രദേശ് ആൻഡ് ദ ബിൽസ് ഓഫ് രാജസ്ഥാൻ. ഇവരൊക്കെ അത്തരം സാൻസ്ക്രിറ്റൈസേഷനിലെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. ഹി സ്റ്റാർട്ടഡ് ദാറ്റ് ദേ ഓൾ ട്രൈ ടു സാൻസ്ക്രിറ്റൈസ് ദെയർ വേ ഓഫ് ലൈഫ്. ഇനി അടുത്തത് എത്തനോഗ്രാഫിക് എൻക്വയറി ഇൻ കൊളോണിയൽ ഇന്ത്യ, സം ഫേമസ് പീപ്പിൾസ് ആൻഡ് ദെയർ വർക്ക്. അപ്പോൾ എത്തനോഗ്രാഫിക് എൻക്വയറി ഇൻ കൊളോണിയൽ ഇന്ത്യ, അതിൽ സം ഫേമസ് പീപ്പിൾ ആൻഡ് ദെയർ വർക്ക്, അതിൽ പ്രധാനപ്പെട്ട ചില വ്യക്തികളും അവരുടെ വർക്കുകളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആദ്യം ഹെർബർട്ട് റിൻസിലിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1851 തുടങ്ങി 1911 വരെയുള്ള സമയമാണ്. റൈസ്ലി വാസ് കൊളോണിയൽ ഇന്ത്യസ് ലീഡിംഗ് ആന്ത്രപ്പോളജിസ്റ്റ്. അപ്പോൾ കൊളോണിയൽ ഇന്ത്യയിൽ ലീഡിംഗ് ആന്ത്രപ്പോളജിസ്റ്റ് ആയിരുന്നു റൈസ്ലി, ഹു വാസ് എലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ദ റോയൽ ആന്ത്രപ്പോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ 1910. 1910 റോയൽ ആന്ത്രപ്പോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു. റോയൽ ആന്ത്രപ്പോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് RAI എന്നറിയപ്പെടുന്നത്. ഹി വാസ് ആൻ ഒഫീഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ് as his work was mainly taken on behalf of the government. അപ്പോൾ അദ്ദേഹം ഒരു ഒഫീഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ സംബോധന ചെയ്തതെന്ന് വെച്ചാൽ, ഹിസ് വർക്ക് വാസ് മെയിൻലി ടേക്കൺ ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് വേണ്ടിയാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഹി അലോങ് വിത്ത് വില്യം ക്രൂക്ക് ആൻഡ് സർ ഡെൻസിൽ ഇബൽസ്റ്റൺ developed Indian ethnography and anthropology in the late Victorian period. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട വർക്കുകളൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട എത്തനോഗ്രാഫറാണ് ക്രിസ്റ്റഫർ വോൺ ഫർദർ ഹെമിൻഡ്രോഫ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1909 to 1995 വരെയുള്ള സമയമാണ്. ക്രിസ്റ്റഫർ വോൺ ഹെമിൻഡ്രോഫ് വാസ് ആൻ Austrian ethnologist who spent 4 decades in India. ഇന്ത്യയിൽ ഏതാണ്ട് 4 ശതാബ്ദക്കാലം അദ്ദേഹം ഇവിടെ ജീവിച്ച്. അദ്ദേഹം ഒരു ഓസ്ട്രിയൻ ethnologist and did extensive field work to collect data on the social and cultural life of tribal communities. അപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ സോഷ്യലും കൾച്ചറൽ ലൈഫും മനസ്സിലാക്കാൻ വേണ്ടി ഒത്തിരി ഡാറ്റ ഫീൽഡ് വർക്കിൽ കൂടി അദ്ദേഹം നേടിയെടുക്കേണ്ടായിരുന്നു. ഹി വർക്ക്ഡ് ഇൻ ദ നാഗ ഹിൽസ് ആൻഡ് പബ്ലിഷ്ഡ് എ ട്രാവലോഗ് ടൈറ്റിൽഡ് ദ നേക്കഡ് നാഗാസ് ഇൻ 1938. അപ്പോൾ ഹി വർക്ക്ഡ് ഇൻ നാഗ ഹിൽസിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. ആൻഡ് പബ്ലിഷ്ഡ് ട്രാവലോഗ്, ഒരു ട്രാവലോഗ് തന്നെ അദ്ദേഹം പബ്ലിഷ് ചെയ്ത്. അതിൻ്റെ ടൈറ്റിലാണ് ദ നേക്കഡ് നാഗാസ്. ഇൻ 1938 ഈ ട്രാവലോഗ് പബ്ലിഷ് ചെയ്തത്. ഹി ലേറ്റർ സ്റ്റഡീഡ് ദ
Chenchas of Andhra Pradesh, a hunting-gathering community. He described their social life and enumerated their problems in his book, The Chenchas, Jungle Folk of Deccan. In his work, The Rajkons of Adilbad, Myth and Ritual, in 1948, he enumerated their problems, recommended welfare measures and suggested separate development programs. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജംഗിൾ ഫോക്ക് ഓഫ് ഡക്കാൻ എന്നുള്ള ബുക്കിൽ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദ രാജ്കോൺസ് ഓഫ് അദിലാബാദ്, മിത്ത് ആൻഡ് റിച്വൽ. അപ്പോൾ അതിൽ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റികളുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, റെക്കമെൻഡഡ് വെൽഫെയർ മെഷേഴ്സ് എന്തൊക്കെയാണ്, ആൻഡ് സജസ്റ്റഡ് സെപ്പറേറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലേറ്റർ ഹി മെയ്ഡ് ആൻ എക്സ്റ്റെൻസീവ് സ്റ്റഡി ഓൺ ദ അപ്പേഷ്യൻസ് ഓഫ് അരുണാചൽ പ്രദേശ് ആൻഡ് ഫൗണ്ട് ദം വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് വാസ് ഇംപ്രസ്ഡ് ബൈ ദർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് അരുണാചൽ പ്രദേശിൽ ഇതുപോലെയുള്ള സ്റ്റഡി നടത്തിയപ്പോൾ അവിടെയുള്ള ആളുകളുടെ ആ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് അദ്ദേഹത്തിനെ തന്നെ അതിശയപ്പെടുത്തുന്നതായിരുന്നു. ദസ് ബേസ്ഡ് ഓൺ ഹിസ് എക്സ്പീരിയൻസ് ഇൻ ദ സ്റ്റഡി ഓഫ് ദ ട്രൈബ്സ് ഓഫ് ഇന്ത്യ. അപ്പൊ അദ്ദേഹം ഇന്ത്യയിലെ ട്രൈബ്സിനെ കുറിച്ച് പഠിച്ച ആ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, ഹി പ്രൊപ്പോസ്ഡ് ദ ഐഡിയ ഓഫ് ഐസൊലേറ്റേഷനിസം. ഹി ആർഗ്യൂഡ് ദാറ്റ് സിൻസ് ദ Apartins who were isolated as they lived in difficult terrain could not be contacted, they have developed better than many tribes who have come in contact with other people from the mainland. അപ്പോൾ ഇവിടെ ഈ അപ്പറ്റൈൻസ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്ന അരുണാചൽ പ്രദേശിലെ ഈ ഗോത്രവർഗക്കാർ വളരെ പ്രശസ്തരായിട്ടുള്ളവരാണ്, കഴിവുള്ളവരായിരുന്നു, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ ഈ വികസനം വളർച്ചയുടെയും പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് പുറം ലോകമായിട്ട് ബന്ധമില്ലായിരുന്നത് കൊണ്ട് തന്നെയാണെന്ന്. അവരുടേതായ രീതിയിൽ കൂടി അവർക്ക് വളരാൻ സൗകര്യം കിട്ടിയത് അവർ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ പുറം ലോകമായിട്ട് കൂടുതൽ ബന്ധപ്പെടാതെ ഇരുന്നത് കൊണ്ടാണ്. ഹി സജസ്റ്റഡ് ദാറ്റ് ദ സ്റ്റേറ്റ് he suggested, thus based on his experience in the study of the tribes of India, he proposed the idea of isolationism. അപ്പോൾ ഐസൊലേഷനിസം എന്നുള്ള ഐഡിയ അദ്ദേഹം ഇതിൽ കൂടി ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. അവർ ഒറ്റപ്പെട്ടത് കൊണ്ടാണ് അവരിങ്ങനെ വികസിക്കാൻ കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഹി സജസ്റ്റഡ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷുഡ് പ്രിവെന്റ് ഓർ കൺട്രോൾ ദെയർ ഇന്ററാക്ഷൻ വിത്ത് ഔട്ട്സൈഡേഴ്സ്. അതുകൊണ്ട് സ്റ്റേറ്റ് തന്നെ പുറം ലോകമായിട്ടുള്ള അവരുടെ ഇന്ററാക്ഷനും അതുപോലെ അവരുടെ കോണ്ടാക്റ്റും ഒക്കെ കൺട്രോൾ ചെയ്യണത് വളരെ നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഇദ്ദേഹം. ഇനി അടുത്തത് GS ഗുരയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1893 to 1984 ആണ്. GS ഗുരെ വാസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഇന്ത്യൻ അക്കാഡമിക് ടു റൈറ്റ് അബൌട്ട് ഇന്ത്യൻ സോഷ്യോളജി ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ് ആൻഡ് ഈവൻ ആഫ്റ്റർ. അപ്പൊ GS ഗുരെ എന്ന് പറയുന്നത് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഇന്ത്യൻ അക്കാഡമിക് ആണ് ടു റൈറ്റ് അബൌട്ട് ഇന്ത്യൻ സോഷ്യോളജി. അപ്പൊ ഇന്ത്യൻ സോഷ്യോളജിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് GS ഗുരെ. ആ കൊളോണിയൽ പീരീഡ് കാലഘട്ടങ്ങളിലും അതിനുശേഷവും അദ്ദേഹം വളരെയേറെ കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. ഹി ഡിഡ് ഹിസ് PhD അറ്റ് കേംബ്രിഡ്ജ് ഇൻ സോഷ്യൽ ആന്ത്രപ്പോളജി അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് WHR റിവേഴ്സ് ആൻഡ് AC ഹണ്ടൻ. അപ്പൊ ഈ രണ്ട് മഹാവ്യക്തികളുടെ കീഴിൽ PhD ചെയ്യാൻ അവസരം കിട്ടിയത് തന്നെ അദ്ദേഹത്തിന് വലിയൊരു അനുഗ്രഹമായി. ഹി ലേറ്റർ ബിക്കം ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി അറ്റ് ബോംബെ യൂണിവേഴ്സിറ്റി ഇൻ 1924. 1924 പിന്നീട് അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജിയുടെ ഹെഡായിട്ട് മാറി. അപ്പൊ ഹിസ് ഫേമസ് വർക്ക് കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ വാസ് പബ്ലിഷ്ഡ് ഇൻ 1932. 1932 അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക് കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ എന്നുള്ള അത് പബ്ലിഷ് ചെയ്തത്. ഇറ്റ് ഔട്ട്ലൈൻഡ് 6 സിഗ്നിഫിക്കന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം. നമ്മൾ നേരത്തെ തന്നെ ഇത് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഔട്ട്ലൈൻഡ് ആ ബുക്കിലാണ് 6 സിഗ്നിഫിക്കന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം കാണിച്ചിട്ടുള്ളത്. അതായത് ദ സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി 1, രണ്ടാമത്തെ ഹൈറാർക്കി, 3 restrictions of feeding and social intercourse, civil and religious disabilities and privileges of the different sections, lack of choices of occupation and restrictions of marriage. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഓഫ്
കാസ്റ്റ് അദ്ദേഹത്തിന്റെ ഈ ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് വളരെ ഫേമസ് ആണ്. അത് അദ്ദേഹം കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ 1932 പബ്ലിഷ് ചെയ്ത ആ ബുക്കിലാണ് ഈ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. ഗുറെ ഹാവിംഗ് സർവേഡ് ദ ലിറ്റററി സോഴ്സ് വാസ് ഓൾസോ കൺസേൺ ടു എവാലുവേറ്റ് ദ ക്ലെയിംസ് ഓഫ് റിസ്ലി അബൌട്ട് ദ റേഷ്യൽ ഒറിജിൻസ് ഓഫ് ദ കാസ്റ്റ് ആൻഡ് യൂസ് ഓഫ് ആന്ത്രോഫോമെട്രിക് മെത്തേഡ്സ് ആൻഡ് ഡാറ്റ. ഇനി അടുത്തത് വെരിയർ എൽവിൻ ആണ്. ഇവരെയൊക്കെ കുറിച്ച് നമ്മൾ ഈ BSOE 142 സോഷ്യോളജിക്കൽ ട്രഡീഷൻസിൽ ഇവരെ കുറിച്ച് വളരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഓടിച്ചിട്ട് പോവുകയാണ്. വെരിയർ എൽവിൻ എ ക്രിസ്ത്യൻ മിഷണറി ടേൺഡ് ആന്ത്രപ്പോളജിസ്റ്റ് mainly did his field work because he was concerned about the plight of the aboriginals who were dispossessed of their land and were exploited. അപ്പൊ അവരൊരു താമസിച്ചിരുന്ന ലാൻഡിൽ നിന്ന് അവരെ ഓടിച്ചിട്ട് അവർ മറ്റു സ്ഥലത്ത് ബുദ്ധിമുട്ടി ജീവിക്കുന്നത് കണ്ടിട്ട് അവരോട് അനുകമ്പ തോന്നി അവരുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ക്രിസ്ത്യൻ മിഷണറിയാണ് വെരിയർ എൽവിൻ. ഹി സ്പെൻഡ് നിയർലി 3 decades ഡൂയിങ് ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസ് ഓഫ് ഇന്ത്യൻ ട്രൈബ്സ്മെൻ. ഇന്ത്യൻ ട്രൈബ്സ്മെൻസിനെ കുറിച്ച് ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസ് ഏതാണ്ട് 3 ദശകങ്ങളോളം അദ്ദേഹം ചെയ്ത്. ആൻഡ് ഹി ഈസ് നോൺ ഫോർ ഹിസ് വർക്ക്സ് എമംഗ് ദ ബൈഗാസ് ആൻഡ് ഗോണ്ടാസ് ഓഫ് ഒറീസ ആൻഡ് മധ്യപ്രദേശ് ഇൻ സെൻട്രൽ ഇന്ത്യ. അദ്ദേഹത്തിന്റെ വർക്ക്, ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ബൈഗാസ് ആൻഡ് ഗോണ്ടാസ് ഓഫ് ഒറീസ ആൻഡ് മധ്യപ്രദേശ്. ഈ ഗോത്രവർഗക്കാർ മധ്യപ്രദേശിലും ഒറീസയിലുള്ള ഗോത്രവർഗക്കാരായ ബൈഗാസ് അതുപോലെ ഗോണ്ടാസ് ഇവരെ കുറിച്ചുള്ള സ്റ്റഡി വളരെ ഫേമസ് ആണ്. ഹി ഓൾസോ വർക്ക്ഡ് ഓൺ ദ ട്രൈബ്സ് ഓഫ് Northeast states, especially Northeast Frontier Agency. In 1932, he started his social work among the Gonda ട്രൈബൽസ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു തരുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. പക്ഷേ ഇദ്ദേഹം അതുപോലെ GS കുറെ തമ്മിൽ 2 വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ എൽവിന്റെ അഭിപ്രായത്തിൽ ഹു പ്രപ്പോസ് ദാറ്റ് ദ ട്രൈബ്സ് ഷുഡ് ബി ലെഫ്റ്റ് അലോൺ ആൻഡ് അലൗഡ് ടു ഡെവലപ്പ് ഇൻ ഐസൊലേഷൻ അവേ ഫ്രം ദ മെയിൻ സ്ട്രീം. അപ്പൊ എൽവിന്റെ അഭിപ്രായത്തിൽ ട്രൈബ്സ് എവിടെ താമസിക്കണം അവിടെ തന്നെ, അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ താമസിക്കുക, മറ്റുള്ളവരുമായിട്ടുള്ള കോണ്ടാക്ട് ഇല്ലാത്തതാണ് നല്ലത്. അതാണ് അവരുടെ പുരോഗതിക്ക് ഏറ്റവും നല്ലത്. അവരുടെ ഐസൊലേഷൻ ആണ്. അവരുടെ ട്രൈബൽ ഏരിയയിൽ തന്നെ അവരുടെ ഇടക്ക് മാത്രം താമസിക്കുക. അത് കൂടാതെ പുറം ലോകമായിട്ട് അധികം മിങ്കിൾ ഇല്ലാതെ ഇരിക്കുന്നത്, മെയിൻ സ്ട്രീമായിട്ട് അധികം മിങ്കിൾ ഇല്ലാത്ത ഒരവസ്ഥ, അതാണ് ട്രൈബ്സിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും നല്ലതെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു എൽവിൻ. പക്ഷെ ഇൻ കോൺട്രാസ്റ്റ് ഗുറെ ഇതിനെതിരായിരുന്നു. ഗുറയുടെ അഭിപ്രായത്തിൽ ഹി ബിലീവ്ഡ് ദാറ്റ് ട്രൈബൽ ഷുഡ് ബി കംപ്ലീറ്റ്ലി അസിമുലേറ്റഡ് ഇൻ ദ മെയിൻ സ്ട്രീം. ആ മെയിൻ സ്ട്രീമിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അസിമുലേറ്റ് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഗുറെ. ബട്ട് ലേറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് നെഹ്റു സെറ്റ് ഔട്ട് ദ പഞ്ചശീല ഡോക്യുമെന്റ്. അപ്പൊ പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഈ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ആ പഞ്ചശീല ഡോക്യുമെന്റ് ഉണ്ടാക്കിയപ്പോൾ ഈ 2 പേരുടെ അഭിപ്രായങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഒരു മിഡിൽ പാത്താണ് അന്ന് ഗവൺമെന്റ് സ്വീകരിച്ചത്. ഇറ്റ് വാസ് പ്രൊപ്പോസ് ദാറ്റ് ട്രൈബൽ ലാൻഡ് ആൻഡ് ഫോറസ്റ്റ് റൈറ്റ്സ് ബി പ്രൊട്ടക്റ്റഡ് ആൻഡ് അലൗഡ് ടു ഡെവലപ്പ് ഓൺ ദെയർ ഓൺ. അപ്പൊ ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ്, പഞ്ചശീല തത്വങ്ങളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇതാണ്. ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ദാറ്റ് ട്രൈബൽ ലാൻഡ് ആൻഡ് ഫോറസ്റ്റ് റൈറ്റ്സ് ബി പ്രൊട്ടക്റ്റഡ് ആൻഡ് അലൗഡ് ടു ഡെവലപ്പ് ഓൺ ദെയർ ഓൺ. അവരുടേതായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ടും അവരുടെ റൈറ്റ്സ് ഒക്കെ സേവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന്. ദെയർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി റെസ്പെക്റ്റഡ്. അവരുടെ സോഷ്യലും കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ റെസ്പെക്ട് ചെയ്യണം. ആൻഡ് നോ ഓവർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയ ഷുഡ് ബി ഡൺ. അപ്പൊ അതുപോലെ തന്നെ ട്രൈബൽ ഏരിയയിൽ ഓവർ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ആവശ്യമില്ല. അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ഭരിക്കുക എന്നുള്ളതാണെന്ന്, കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുക. ഇനി അടുത്തത് DN മജുംദാർ ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1903 to 1960 ആണ്. പ്രൊഫസർ രിഹേന്ദ്രനാഥ് മജുംദാർ, ആൻഡ് ആന്ത്രപ്പോളജിസ്റ്റ് പാർ എക്സലൻസ്, വാസ് ബോൺ ഇൻ 1903 അറ്റ് പാറ്റ്നയിലാണ് അദ്ദേഹം ജനിച്ചത്. ഹി ഡിഡ് ഹിസ് മാസ്റ്റേഴ്സ് ഇൻ ആന്ത്രപ്പോളജി ഫ്രം കൽക്കട്ട യൂണിവേഴ്സിറ്റി in 1924 ആൻഡ് ടോട്ട് അറ്റ് ലക്നോ യൂണിവേഴ്സിറ്റി in 1928. അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹവും ഈ ട്രൈബ്സിന്റെ ഇടക്കാണ് കാര്യങ്ങൾ വർക്ക് ചെയ്തിരുന്നത്.
Majumdar also studied the Khasas of Junsar Bawar in the Himalayas and the Korwas and the Taras of Uttar Pradesh and extended his studies from tribes to caste to urban societies. Some of his famous work, Race and Cultures of India, അത് പബ്ലിഷ് ചെയ്തത് 1944. സെക്കൻഡ് വൺ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ആൻ ഇന്ത്യൻ വില്ലേജ്, ദാറ്റ് ഈസ് ഇൻ 1958. ആൻഡ് തേർഡ് വൺ ഹിമാലയൻ പൊളിയാൻഡ്രി 1962, വിച്ച് വാസ് പബ്ലിഷ്ഡ് പോസ്റ്റ്യൂമസ്ലി. ഇനി അടുത്ത ആള് ജോൺ ഹെൻറി ഹട്ടൺ ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1885 to 1968. ജോൺ ഹെൻറി ഹട്ടൺ വാസ് ദ son of a Church of England clergyman. He was born on 27 June 1885 at West Helston. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, he himself the author of 2 of the volumes in the series of monographs published under the auspices of the government of Assam, one dealing with the Angami Nagas and the other with the Sema Nagas. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ. അപ്പൊ ഇവരെല്ലാവരും ഈ ട്രൈബൽസിന്റെ ഉന്നമതിക്ക് വേണ്ടി അവരെ കുറിച്ചുള്ള കാര്യങ്ങളുമാണ് അവരുടെ എത്നോഗ്രാഫിയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പോസ്റ്റ് 1960s ശേഷം in the last 1950s and 1960s there was a sharp increase in the popularity of the two disciplines. There were more teaching posts in universities and college, and planned development charted for new independent India demanded the development of social science. ഇനി subaltern studies became a recent trend led by Ramachandra Guha, Partha Chatterjee, Gayatri Spivak and others in 1980. They reinterpreted the colonial history of India, thereby providing a canvas for post-colonial anthropology. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇമ്പോർട്ടൻ്റ് വ്യക്തികളും അവരുടെ പ്രവർത്തനങ്ങളും. But the colonial period saw the development and rise of social science, particularly anthropology and sociology. അപ്പോൾ സോഷ്യൽ സയൻസിന് പ്രത്യേകിച്ച് ആന്ത്രപ്പോളജിക്കും സോഷ്യോളജിക്കും ഉള്ള വികസനങ്ങളൊക്കെ കൊളോണിയൽ പീരീഡിൽ തന്നെ കണ്ട്. The initial stages of the British rule required data on the people they colonized. Thus began the collection of detailed analysis of the culture and society of the people they ruled. The colonizers wanted data on the local political, economic and social systems to understand the people they ruled. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ കാര്യങ്ങൾ ഡാറ്റ ശരിക്കും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ സെൻസസ് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ വന്നപ്പോൾ ആന്ത്രോപോളജിസ്റ്റ് ഫ്രം ഇംഗ്ലണ്ട് കെയിം ടു ഇന്ത്യ ആൻഡ് കളക്ടഡ് ഡാറ്റ ഓൺ ദ ഇന്ത്യൻ പോപ്പുലേഷൻ ആൻഡ് പ്രിപ്പയർഡ് monographs on them. The second half of the 19th century saw a substantial number of monographs on the tribal and other communities by British administrators and anthropologists. അപ്പോൾ along with these small numbers of Indian anthropologists primarily trained in foreign universities in the US and UK were also involved in intensive fieldwork and wrote on the caste system, tribal communities and Indian villages. By the beginning of the 20th century, many Indian anthropologists had directed setting up anthropology and sociology departments in the country. Such Indian anthropologists wrote about the cultures they grew up in. The gradual shift has been witnessed in the kind of ethnographic studies that have been initiated over the decades.